അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ ഹോം തിയേറ്റർ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. നാളെ 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 என்று இன்று இழக்காதே நீ இன்று இழக்காதே நீ இன்று இழக்காதே. എടാ പാട്ടത് എനിക്ക് ഇഷ്ടമാണ്. ഇവിടെ ഞാനുണ്ടല്ല കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയപ്പോഴുണ്ടല്ലോ എന്റെ പൊന്നോ ഞാൻ അതിശയിച്ചു പോയി. അവിടെ ഹോം തിയേറ്റർ, വീട്ടിൽ ഹോം തിയേറ്റർ എല്ലാവരും കൂടെ ഇരുന്ന് കാണുന്നു. എന്ത് രസം. ഒന്നര ഇരുന്നിട്ട് ആലോചിച്ചു നമുക്ക് എല്ലാവരും കൂടെ ഇരുന്ന് കാണാമായിരുന്നല്ലോ. പക്ഷെ നമ്മുടെ വീട്ടിൽ അതിനുള്ള ഇനി പറ്റത്തില്ല അല്ലേടാ. എത്ര നാളായിട്ട് നമ്മളൊരു സിനിമയ്ക്ക് പോയിട്ട് നമുക്കൊരു സിനിമയ്ക്ക് എല്ലാവർക്കും കൂടെ പോവാടാ. അത് കണ്ടപ്പോ ഭയങ്കര ആഗ്രഹം നമുക്കൊരു സിനിമയ്ക്ക് പോവാം. എടാ നീ ഒന്ന് കാണണം, ഞാൻ വെറുതെ പറയല്ല. ഫാമിലി എല്ലാരും കൂടെ അവിടെ ഇരുന്ന ഒരു പ്രത്യേക ലൈറ്റും ഇതുമൊക്കെ ആയിട്ട് സത്യം പറഞ്ഞ ഞാൻ അവിടെ നിന്ന് കൊതിച്ചു പോയത്. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്വന്തം വീട്ടിൽ ഹോം തിയേറ്റർ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു ഹോളിലാണ് കേട്ടോ നമ്മൾ സിനിമ തിയേറ്റർ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ കഴിച്ച് ഞാൻ ഒറ്റക്കൊന്നല്ല കേട്ടോ ഹോം തിയേറ്റർ ഉണ്ടാക്കുന്നത്. ഡാഡി കൂളുണ്ട്, മമ്മി കൂളുണ്ട്, ചങ്ക് ബ്രോ ഉണ്ട്. ഇന്നെന്തായാലും കഴിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു അടിപൊളി തിയേറ്റർ ഉണ്ടാക്കിയിട്ട് തന്നെയുള്ള കാര്യം. അങ്ങനെ കഴിച്ച് നമ്മൾ തിയേറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 തുണികൾ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ അത് റെഡും എടുത്തിട്ടുണ്ട്. ഞങ്ങൾ തിയേറ്റർ ഉണ്ടാക്കാൻ പോവാം. ബെസ്റ്റ് ഓഫ് ലക്ക് പറ. ഓ പിന്നെ പൊളിച്ച് തകർത്തേക്കാം നമുക്ക്. സെറ്റാക്കാനുള്ള തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുത്തിയിരുന്ന് വായിപ്പിച്ചിരിക്കണം. നിങ്ങൾ പെട്ടെന്ന് ഈ സാധനങ്ങളൊക്കെ ഉദ്ദേശിച്ചേ അതൊക്കെ എടുത്ത് പെട്ടെന്ന് പണി ചെയ്തേ. അറിയാം, ഒന്നെങ്കിൽ ഒരു റെഡ് കളർ ആയിരിക്കും അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ആയിരിക്കും തിയേറ്ററിന്റെ സൈഡുകളിലൊക്കെ. എന്നാൽ മാത്രമേ ഒരു സിങ്ക്രോണൈസേഷൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഗൈസ് നമ്മൾ ഈ 2 വോളും ഇതും പിന്നെ ഇതും ഈ സൈഡ് മൊത്തം നമ്മൾ റെഡ് അടിക്കാൻ പോവാണ്. ഈ സംഭവം കേട്ടോ. അതൊക്കെ നമ്മൾ രാവിലെ പോയി തുണിയെല്ലാം വാങ്ങി തയ്ച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അച്ഛനും കൂടെ. അപ്പൊ ഇത് നമ്മൾ ഈ 2 വോളിലും ഫുൾ അങ്ങ് ചോപ്പ് അടിക്കാൻ പോവാ. അണ്ണാ എങ്ങനെയുണ്ട് നമ്മുടെ തിയേറ്റർ? എന്ത് തോന്നുന്നു? ഒന്നെങ്കിൽ സൂപ്പർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ആയിരിക്കും. ഇത് ഞാനാണ് ചെയ്യുന്നത്, അതുകൊണ്ട് സൂപ്പർ ആയിരിക്കും. ഒരു ദൗത്യം ഇവിടെ നിങ്ങൾ അറ്റം പറഞ്ഞതാ. അങ്ങനെ കഴിച്ച് നമ്മൾ ഒരു സൈഡ് മൊത്തം ഇപ്പൊ റെഡ് ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞ കഴിച്ച് നമ്മൾ ഇടയ്ക്കൊക്കെ ഇതേപോലത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ വീട്ടിൽ ചെയ്യണം. അതാകുമ്പോ എല്ലാവരുമായിട്ട് ഒന്ന് ഇന്ററാക്ട് ആവും, എല്ലാവരും ഒന്ന് കണക്ട് ആവും. കണ്ടാ ഇപ്പൊ ഒരു ഫൈനലി നമ്മുടെ ഒരു തിയേറ്റർ ലുക്ക് വരുന്നില്ല. അത് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ കഴിച്ച് നമുക്ക് നോക്കാൻ പറയാം. ഇപ്പൊ 2 സൈഡിലും റെഡ് വോള് പോലെ നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ തിയേറ്ററിന്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ കറുത്ത തുണിയായിട്ടാ സെറ്റ് ചെയ്യാൻ പോണത്. ഗൈസ് ആ ബ്ലാക്കും കൂടെ അവിടെ വന്നപ്പോഴേ ഒരു രസമുണ്ട് കേട്ടോ ഇപ്പൊ കാണാൻ. അപ്പൊ ഗൈസ് നമ്മുടെ തിയേറ്ററിന്റെ 2 സൈഡിലും, ഈ സൈഡിലും അതുപോലെ ഈ സൈഡിലും പിന്നെ ബാക്കിലായിട്ട് 3 സൈഡ് കേട്ടോ. അവിടെ റെഡും ബ്ലാക്ക് ഒക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ ചെയ്യുമായിരിക്കും. പക്ഷെ ചെയ്തു വന്നപ്പോഴേ ചെറിയൊരു ഇടയ്ക്കൊരു ഗ്യാപ്പ് ലൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ എന്തോ ഒരു സാധനം പറഞ്ഞായിരുന്നു. എന്തോ പറഞ്ഞു? അതായത് ഈ തുണിയില്ലേ, അത് ഈ ലൈറ്റിന്റെ കുറച്ച് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് ഈ ഒരു കറക്റ്റ് പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിൽ വരുന്നത് എന്ന് പറയുമ്പോ ഈ ഗ്യാപ്പ് ഇല്ലാണ്ട് അതിനോട് ചേർന്ന് നമുക്ക് വെക്കാന്നൊക്കെയാണ് ചേട്ടൻ പറഞ്ഞു സജസ്റ്റ് ചെയ്തിരിക്കണം. അറിയത്തില്ല എന്താവുമെന്ന്. നമ്മുടെ വീട്ടിലെ ടോണി സ്റ്റാർക്ക് ഏതാണ്ടൊക്കെ മെഷർമെന്റ് ഒക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. ഇപ്പൊ റെഡിയാക്കി ഇട്ട് കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ ഇപ്പൊ തന്നെ മുറിച്ച് സെറ്റ് ചെയ്തു. പണിയെടുക്കണോണ്ടാണെന്ന് അറിയത്തില്ല. ഈ ഗ്രീൻ ആപ്പിളിനൊക്കെ ഒടുക്കത്തെ ടേസ്റ്റ് കേട്ടാ.
സ്വത്താണെങ്കിൽ ഒന്ന് എബ്രോഡ് പോയിരിക്കുകയാണ് മമ്മി കൂളൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ അവിടെ നമ്മളൊന്ന് പ്രാങ്ക് ചെയ്യാം. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ യൂട്യൂബിൽ അവിടെ ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന സംഭവമല്ലേ നമ്മുടെ റീലിൽ ഇതിനകത്തൊക്കെ ഈ പുള്ളിയുടെ ഫേസ് കാണിച്ചിട്ട് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യും. അപ്പൊ നമുക്ക് അതേപോലെ ഒന്ന് പ്രാങ്ക് ചെയ്ത് നോക്കാവേ. അപ്പൊ അവള് ബോട്ടിമിൽ നമുക്ക് വിളിച്ചു നോക്കാം. അവള് കട്ടിയിട്ട് പോയി കേട്ടാ. എനിക്ക് മെസ്സേജ് അയക്കണ്. എടാ നമുക്ക് ഹിന്ദിയിൽ മെസ്സേജ് അയക്കാം. കോൻ ഹോ തും ഗൈസ്, നമുക്ക് ഒന്നുകൂടി വിളിക്കാം കേട്ടാ. വീണ്ടും കട്ടി കേട്ടാ. ഒന്നുകൂടി വിളിക്കാം. ഇനി കലിപ്പാവും. നോക്കട്ടെ, ഇതും കൂടെ വിളിച്ചിട്ട് നമുക്ക് മാറ്റാം. അവള് ഫേസ് കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കട്ട് ചെയ്തുള്ളതാണ്. നോക്കട്ടെ, എനിക്ക് മെസ്സേജ് അയക്കണം എടാ എന്നൊക്കെ പറഞ്ഞ് ഇതിലോട്ട്. എനിക്ക് പേടിയാകുന്നൊന്ന് ഇതാരാന്നൊക്കെ. ഹലോ ഹലോ, ഞാൻ കണ്ട്. എടി ഞാൻ ഇത് കണ്ട എന്റെ ആളിയ ഞാൻ നിനക്കൊരു 5-6 മെസ്സേജ് ചെയ്ത് എനിക്ക് പേടിയാവുന്ന കോക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് വരെ കണ്ട് പേടിച്ചു പോയി. നിനക്ക് എന്ത് തോന്നി? സ്ക്രീൻഷോട്ട് എടുത്ത് ഏതൊരു അപ്പച്ചനെ വിളിക്കുന്നു. കണ്ടിട്ടില്ല നീ ഇൻസ്റ്റയിലൊക്കെ ഇപ്പൊ വൈറലാണല്ലോ. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നീ എന്നെ വിളിക്കാന്ന് വിചാരിച്ചു. എന്നെ ബോട്ടിൽ നീ വിളിക്കുന്നോണ്ട് ഇതേതീ അപ്പച്ചൻ. എന്നിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചോണ്ടിരിക്കുക. ഞാനൊക്കെ രണ്ടാമതിന്റെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല. ഹലോ ഹലോ, ഞാൻ കാണിച്ചില്ല. ഞാനപ്പോ പേസൊക്കെ മാറ്റി വെച്ചു. എന്തൊക്കെ പറഞ്ഞാലും സ്വത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്. ഐ ലവ് യു ചൊട്ടു. അങ്ങനെ കണ്ടിന്റെ മൈൻഡിന്ന് പോണില്ല. ഞാൻ അമ്മയോട് പറഞ്ഞോണ്ടിരിക്കണതേ. അമ്മയോട് പറഞ്ഞോണ്ടിരിക്കണേ ഏതൊരു അപ്പച്ചൻ എന്നെ വിളിച്ചോണ്ടിരിക്കണം. അമ്മ ഇതെങ്ങനെ ഹാക്ക് ആയെന്നതോ. ഗൈസ്, ഇപ്പൊ ഉള്ളതിന്റെ ലുക്ക് ഞാൻ കാണിച്ചു തരാവേ. അച്ഛാ ഒന്ന് ഓണായിക്കേ. കണ്ട ഇപ്പൊ നല്ല പെർഫെക്റ്റ് ആയില്ലേ? ഓ പൊളി കേട്ടാ. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അല്ല ഇപ്പൊ തന്നെ സമയത്ത് 1 മണി 1:30 2 മണി അങ്ങോട്ട് ആയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ അത് എല്ലാരും ക്ഷീണിച്ചിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും ഇപ്പൊ തീർത്ത് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും നമ്മൾ തുണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നാളെ ഒരു സ്ക്രീനും വൈറ്റ് സ്ക്രീനും അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രൊജക്ടർ വെക്കണം. പിന്നെ നമ്മൾ കുറച്ച് സെറ്റിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. അതാണ് നാളത്തെ പരിപാടി. പിന്നെ നാളെ നമ്മൾ ശരിക്കും ഒരു തിയേറ്ററിൽ എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ ആയിരിക്കും നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകണം കേട്ടോ. ഈ വീഡിയോ ഫുള്ള് കാണണം. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പൊ ഗുഡ് നൈറ്റ് ഗൈസ്. ബൈ ബൈ. The next day. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഡേ 2 കടന്നിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഹോം തിയേറ്റർ ഉണ്ടാക്കാം. ഒരു സൈഡ് കൂടെ ബ്ലാക്ക് തുണി വേണം. നീ വെച്ചായിരുന്നു. ഞാൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോവാം. നീ വിളിച്ചിട്ടാണ് വരുന്നത്. എനിക്ക് കുറച്ച് സാധനമൊക്കെ വേണം. അത് നമുക്ക് മേടിക്കാം. ഹലോ, ആ പ്രൊജക്ടർ എടുക്കാൻ മറക്കല്ലേ. പിന്നെ ഈ ചേച്ചി നമ്മുടെ കട്ട സബ്സ്ക്രൈബർ ആണ്. ചേച്ചിയുടെ മോന് സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞ അവന് തിരക്കിന്ന് പറഞ്ഞു കേട്ടാ. വൈറ്റ് സ്ക്രീൻ വാങ്ങാന്നപ്പോ അമ്മ വേറെ കുറച്ച് സാധനം കൂടെ ഒക്കെ വാങ്ങി കേട്ടാ. അങ്ങനെ നമ്മളിത് പ്രൊജക്ടർ അങ്ങനെ ഇവന്റെ കയ്യിൽ നിന്നാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചിന്തു പോയി. സെറ്റ്. എടാ ഇത് വർക്കിയല്ലേ? എടാ തിയേറ്റർ എങ്ങനെയുണ്ട്? ഈ ചെറുക്കൻ എക്സൈറ്റഡ് ആണേലും അല്ലെങ്കിലും ഗൈസ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നലെ 2 സൈഡിൽ റെഡ് ഒരു സ്ക്രീൻ പോലെയൊക്കെ വെച്ചായിരുന്നു. ആക്ച്വലി സ്ക്രീൻ അല്ല, തുണിയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ബാക്കിലായിട്ട് നമ്മൾ ഇന്ന് വെള്ള തുണിയൊക്കെ വാങ്ങി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ചിന്തനെ സിനിമ തിയേറ്ററിൽ പോകാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. ഏതാണ്ട് മഞ്ഞുമേൽ ബോയ്സ് ആണെന്ന് തോന്നുന്നു. ഏതാണ്ട് ഒരു പടം കണ്ടിട്ട് അതിനകത്ത് ഗുഹ വീണ ഒച്ച കേട്ടിട്ട് ഇവർ പിന്നെ സിനിമ തിയേറ്ററിൽ ഭയങ്കര പോകാൻ പേടിയാ. എടാ സിനിമക്ക് പോയെന്ന്. അതെന്താ പേടിയെന്താ? പേടിയാണോ? അന്ന് ഇന്ന് കൊണ്ടുപോടാ. നിന്നെ കൊണ്ടുപോടാ. ഗൈസ് എന്താ അറിയത്തില്ല, ഇവരിങ്ങനെ പേടി വന്നിട്ടുണ്ട്. അപ്പൊ പേടി വരാൻ എന്ത് ചെയ്യണം നിങ്ങൾ കമന്റ് ചെയ്യും. ഗൈസ് നമ്മുടെ സ്ക്രീനിന്റെ ഇവിടെ ഇരുന്ന് തേച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ചേച്ചി.
കിഡിലൻ സൗണ്ട് സിസ്റ്റം തന്നെ വേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ മാരക ഒരു JBL സ്പീക്കർ എടുത്തിരിക്കണം മോനെ. ഇന്ന് എല്ലാവരുടെ ചെവി അടിച്ചു, അത്രയ്ക്ക് സൗണ്ട് ആയിരിക്കും. തിയേറ്റർ ഡ്രോമ ഉണ്ട്, അതെ തിയേറ്റർ ഡ്രോമ. എടാ പാട്ടത് എനിക്ക് ഇഷ്ടമാണ്. അല്ലൂർ ചെറുതേ ഇതിന്റെ പേടി മാറ്റാൻ വേണ്ടി അവൻ ടോമഞ്ഞറിട്ട് കാണിക്കുവാണ്. ഓനെ പേടി പറയാ മാറിയാ മാറിയെങ്കിൽ പറ അടുത്തിടെ സെന്റർ റൂമില് എന്റെ ഫേവറേറ്റ് റിക്ലൈനർ ആണ് എടുത്ത് അങ്ങോട്ട് വെക്കാൻ പോണം. പക്ഷെ ഇത് ഇത്തിരി ഹെവി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഓനെ കാര്യം ഞങ്ങളുടെ വീട്ടില് ഇറക്കുന്ന കസേരയൊക്കെ പോയിക്കൊണ്ട് വരാൻ നോക്കുന്നു. അങ്ങനെ ഗൈസ് കുറച്ച് കഷ്ടപ്പാടിന് ശേഷം ഒരു പ്രീമിയം ഒരു വേറെ ലെവലിൽ തിയേറ്ററാണ് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രീമിയം ഇൻ ദ സെൻസ് എനിക്ക് തോന്നുന്ന രീതിയാണ് ഞാൻ പറഞ്ഞ കേട്ടാ. എല്ലാവരും ആ ഒരു രീതിക്ക് എടുത്ത് വെച്ചാൽ അത് എന്തായാലും ഒരു സഞ്ജു ടെക്കി PVR എന്ന രീതിക്കാണ് നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ ഒരു തിയേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഗൈസ് എക്സൈറ്റഡ് അല്ലേ? എല്ലാരും എക്സൈറ്റഡ് അല്ലേ? എക്സൈറ്റഡ് അതെ. എന്റെ കസിൻസ് വരെ എന്റെ തിയേറ്റർ കണ്ട് ഫാൻ ആയിട്ട് വന്നിരിക്കുകയാണ്. ജസ്റ്റ് കിഡിങ്, ഫാൻ ഒന്നും ആയില്ല, ഞാൻ വിളിച്ചു വരുത്തിയതാണ്. ഓക്കെ, ഞാൻ എന്തായാലും കട്ടൊക്കെ എക്സൈറ്റഡ് ആണ്. കാരണം ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു തിയേറ്റർ വീട്ടിലുണ്ടാക്കിയത്. അപ്പൊ ഗൈസ് പൊക്കത്തോട്ട് ഞങ്ങൾ പോയി സിനിമ കാണാൻ പോണ, എന്നിട്ട് പൊക്കത്ത് തിയേറ്റർ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. വിഷയം போதும் போதும் பார்வையில் கொள்ளாதே, மீண்டும் மீண்டும் பொய்கள் சொல்லாதே. காதல் காலம் எல்லாம் நீதானே அன்பே, போதும் போதும் இதயம் கில்லாதே. புதுவித போதை நீயே, பொல்லா நீயே, കാണാத സ്വർഗം. അപ്പൊ എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയായിട്ടില്ലേ? അപ്പൊ ഗൈസ് ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ അഭിപ്രായം പറയണത് ഇത് എങ്ങനെയുണ്ടെന്ന്. ഞാനും അച്ഛനും ചേട്ടനും അമ്മയും ചേച്ചിയും സിദ്ധുവും ഞാനും എല്ലാരും കൂടെ ചേർന്ന് ചെയ്താണ്. ഗൈസ് നിങ്ങൾ പറയാം എങ്ങനെയുണ്ട് തിയേറ്ററിൽ സെറ്റപ്പ് ഉണ്ടായില്ലെന്ന്. ഗൈസ് ഇപ്പൊ ഇതിന്റെ ആംബിയൻസ് ഞാൻ കാണിച്ചു തരാം, അടിപൊളിയാണ്. അപ്പൊ ഗൈസ് അധികം സമയം കളയണ്ട, നമുക്ക് ഇന്ന് സിനിമ ഉണ്ടാക്കാതെ. ഓനെങ്കിലും വിളിക്കലടാ, ഞാൻ അവന്റെ പൊസിഷൻ നിൽക്കല്ലേ. നീ വിചാരിക്കുന്ന പോലെ കുട്ടികളെ കേട്ടോ സിനിമ. ഹാഫ് ടൈം ആയിരിക്കാണ്, ഇന്റർവെൽ ആയി. അപ്പൊ ഇനി നമുക്ക് നേരെ പോയിച്ച് നമുക്ക് കുറച്ച് എന്താ സ്നാക്സും കാര്യങ്ങളൊക്കെ പോയി വാങ്ങിച്ചു വരാം. അമ്മ എങ്ങനെയുണ്ടായിരുന്നു പടം? കൊള്ളാം, സൂപ്പർ, അടിപൊളിയല്ലേ? അച്ഛൻ എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല. എടാ നല്ല പടം, നല്ല പടം. എങ്ങനെയുണ്ട്? എടി ഒക്കെ എങ്ങനെയുണ്ടൊക്കെ? ഗൈസ് എന്തായാലും ഇനി താഴത്ത് പോയിച്ച് നമുക്ക് സഞ്ജു ടെക്കിയുടെ സ്നാക്സ് സ്റ്റോർ ഉണ്ട്, അവിടെ പോയിച്ച് നമുക്ക് ഇനി കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങാം കേട്ടാ. അപ്പൊ വെൽക്കം ടു സഞ്ജു ടെക്കി സ്നാക്സ് സ്റ്റോർ. അപ്പൊ നമുക്ക് ഇവിടെ നിരവധി കുറെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പടം കഴിഞ്ഞ് വന്നവർക്ക് കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ സ്റ്റോർ ഈസ് ഓപ്പൺ ഉണ്ടാവും, ഇനി എല്ലാവർക്കും വരാൻ കേട്ടാ. എന്ത് വേണം? എന്തോ ലിറ്റിൽ ഹാർട്ട്സാ? നീ എന്റെ സബ്സ്ക്രൈബർ ആണോ? എന്റെ ചാനലിന്റെ പേരെന്തോ? എന്റെ അത് മതി. ഓക്കെ 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 സെറ്റ്. എന്തൊക്കെയുണ്ട്? എന്താ ഇവിടെ നമുക്ക് നുറുക്കുണ്ട്, ഒരു ഹോളിക്സിന്റെ ബിസ്ക്കറ്റ് ഉണ്ട്, അപ്പുറത്തുണ്ട്, പോപ്കോൺ ഉണ്ട്, പിന്നെ ലിറ്റിൽ ഹാറ്റ്സ് കുറെ ഉണ്ട്. ഏത് വേണം? പോപ്കോൺ ഒരെണ്ണം മതിയോ? ഓക്കെ അങ്ങനെ എന്ത് വേണം? എന്റെ സബ്സ്ക്രൈബർ ആണ്, അന്ന് ഫ്രീ ആയിട്ട് എടുക്കും. ബ്രോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? കാണിച്ചു ഫോൺ എടുത്തേ. ഫോൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് കാണിച്ചാ മോനെ. ഗൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, സഞ്ജു ടെക്കി പറഞ്ഞ യൂട്യൂബ് ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓക്കെ ഓക്കെ ബ്രോ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട എത്ര വേണമെങ്കിലും എടുത്തു, ഈ എല്ലാം എടുത്തു വന്ന്. അപ്പൊ
ഗൈസ് ഇനി കുറച്ച് ലിറ്റിൽ ഹാർട്ട്സ്, ചെറിയ ചെറിയ ഹാർട്ടുകളുണ്ട്, പിന്നെ കുറെ കപ്പുറത്തൊക്കെ ഉണ്ട്, പിന്നെ ഒരു ഹോളിസ്റ്റിന്റെ ബിസ്ക്കറ്റും ഉണ്ട്. ഓക്കെ, പിന്നെ ചായ ഇപ്പോൾ ഓൺ ദ വേ ആണ്. മാഡം എന്ത് വേണം? കോഫി ഉണ്ടോ? കോഫി ഉണ്ടല്ലോ. ഒരു കോഫി. നല്ല ചൂട് ബ്ലാക്ക് കോഫിയാണ്. പിന്നെ ഒരു പോപ്കോൺ. ഐസ്ക്രീം ഒന്നുമില്ലേ? ഐസ്ക്രീം ഉണ്ടല്ലോ. ഏത് ഫ്ലേവർ ആണോ? ചക്ക, മാങ്ങ, അതുപോലെ തന്നെ പൈനാപ്പിൾ, അങ്ങനെ തേങ്ങ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. ഞാൻ നോക്കാം. അങ്ങനെ നമ്മുടെ മൂവി നൈറ്റ് ഇന്ന് കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടാ. അപ്പൊ അണ്ണ എങ്ങനെ ഉണ്ടായിരുന്നു? തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയില്ലേ? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പറ. സൂപ്പറാ, അടിപൊളിയായിരുന്നു. അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഉറക്കമായിരുന്നു? സത്യം പറ. കൊള്ളായിരുന്നോ? ഓക്കെ. അക്ക എങ്ങനെ ഉണ്ടായിരുന്നു? എന്തുവാ നല്ലത്? തിയേറ്ററിന്റെ ഒരു എക്സ്പീരിയൻസ് ശരിക്കും കിട്ടിയ? ആ എങ്ങനെയുണ്ട്? പടം ഇഷ്ടപ്പെട്ട? ഇടക്കിടക്ക് വരാം സിനിമ. ഒരു സംഭവം സെറ്റ് അല്ലായിരുന്ന? ഒരു ഫീല് കിട്ടിയില്ല നമുക്ക്? അമ്മ ഇത് നമുക്ക് എന്തായാലും സിനിമ ഇനി കാണണമെന്ന് തോന്നുമ്പോ ഇത് എടുത്തു വെച്ചേക്കാം, സെറ്റ് ചെയ്ത് എല്ലാരും കൂടെ ഉള്ളപ്പോ. അതെ, എല്ലാരും കൂടെ ഇരിക്കുമ്പോഴാണ്. ഇത് ഫാമിലി ഹോം തിയേറ്റർ. അതാ പറഞ്ഞ ഒരു തിയേറ്ററിൽ പോയി കാണുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അച്ഛനടക്കം വെച്ച് പോയായിരുന്നു. പിന്നെ ആകെ ഉള്ള ഒരു സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് മുകളിലത്തെ ഹാളായതുകൊണ്ട് ഇവിടെ ഭയങ്കര ചൂടാണ്. AC കാര്യങ്ങളൊന്നും ഇല്ല. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഈ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അപ്പുറത്തെ നമ്മുടെ ബിൽഡിംഗ് ഉണ്ടല്ലോ, റൂംസ് കൊടുക്കുന്നത്, അതിന്റെ ബെഡ്ഷീറ്റ് ആട്ടെ ഈ സാധനം. അപ്പൊ ഫാൻ ഇടാൻ പറ്റത്തില്ല. അപ്പൊ അവിടെയൊക്കെ AC ഒക്കെ, എന്റെ റൂമിൽ AC ഒക്കെ ഓണാക്കി ഇട്ടിട്ട് റൂം ഇങ്ങനെ തുറന്നിട്ടിരിക്കും. അങ്ങനെയാണ് ഇത്രയെങ്കിലും തണുപ്പ് കിട്ടിയത്. ഇല്ലെങ്കിൽ ഭയങ്കര ചൂടാണ്. അത് മാത്രമേ ഉള്ളൂ സംഭവമുള്ളൂ. ബാക്കിയെല്ലാം സെറ്റ്. എനിക്കാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ. ഇനി തൊട്ട് ഇടയ്ക്കൊക്കെ അങ്ങനെ പടം കാര്യങ്ങളൊക്കെ ഇനി കാണാന്നുള്ള മൈൻഡാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ മമ്മിക്കുള്ളിലാണെങ്കിലും ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടാ, ഹാപ്പി. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ എല്ലാം കൂടെ ഒന്ന് നിർമ്മിച്ച് കഴിഞ്ഞ് എല്ലാവരും കൂടെ അതിൻ്റെ അകത്തിരുന്ന് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കാണെങ്കിലും പ്രത്യേക ഒരു സന്തോഷം. അമ്മേനോട് പേഴ്സണലി പറഞ്ഞാടാ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇത്ര ഓർത്തില്ല. എല്ലാവരും കൂടെ ഇരുന്ന് കണ്ടപ്പോൾ കിട്ടിയ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമ്മളെല്ലാവരും കൂടെ ഉണ്ടാക്കിയ ഒരു ഹോം തിയേറ്റർ ആണല്ലോ. അതിൻ്റെ ഒരു വേറെ ഫീൽ തന്നെയാണെന്നൊക്കെ എൻ്റെ അമ്മേനോട് പറഞ്ഞു. എനിക്ക് തന്നെ അപ്പോൾ എന്തോ ഭയങ്കര സന്തോഷമൊക്കെ തോന്നി. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലായിരുന്ന? അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ ബെല്ലൈക്കൺ ടഹേന്ന് അടിച്ചു പൊട്ടിക്കുക. എന്നാൽ മാത്രം നെക്സ്റ്റ് ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ. ഓക്കെ, സോ ഗൈസ് കീപ് സപ്പോർട്ടിങ്. ഇറ്റ്സ് മീ സഞ്ജു ആൻഡ് ബൈ ബൈ.